അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഒരു മിറാക്കിളിനായി കാത്തിരിക്കുന്നു ആ കുടുംബം, ആ നാട്ടുകാർ, ആ പ്രദേശവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവരും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മലയാളികൾ പൂർണ്ണമായും അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്. അർജുൻ എപ്പോഴോ നമ്മൾ കണ്ടുപരിചയിച്ച ഒരു മുഖം പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. അർജുൻ്റെ ആ വരവ് അത് എത്രത്തോളം സന്തോഷകരമായിരിക്കും, എത്രത്തോളം പെട്ടെന്നായിരിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അർജുൻ വരും, മടങ്ങിയെത്തുമെന്ന്. ആ പ്രതീക്ഷ തന്നെ നമുക്ക് പുലർത്താം, ആ പ്രതീക്ഷയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യാം. ബൈജു, ഒരു കാര്യം കൂടി, ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുന്ന സാഹചര്യമുണ്ട്. സിദ്ധരാമയ്യ ഷിരൂരിലെ രക്ഷാപ്രവർത്തകർ നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടും എന്നാണ് പറഞ്ഞത്. ഉച്ചകഴിഞ്ഞ് എത്തുമെന്നാണ് തോന്നുന്നു മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ മനാഫ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഇത്തരത്തിൽ മന്ത്രിമാരൊക്കെ വരുന്നത് പലപ്പോഴും ആ കർണാടകയിലെ രക്ഷാപ്രവർത്തകരുടെ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഫീല് തോന്നിയിരുന്നു അവിടെ കണ്ടപ്പോൾ? എന്തോ അത് ശരിയാണ്. കാരണം നിരവധി വാഹനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പോലീസ്, നിരവധി പോലീസ് ബസ്സുകൾ, അതുപോലെ തന്നെ എല്ലാ വകുപ്പിന്റെ മേധാവിമാർ, ഒപ്പം താഴേക്കിടെയുള്ള ഉദ്യോഗസ്ഥർ, അത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ സംഭവം നടന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. മാധ്യമപ്രവർത്തകരുടെ വാഹനം അല്പം മാറ്റി ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ ഇത്തരത്തിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്. അത് ശരിയാണ്. കാരണം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ ഈ രീതിയിൽ പാർക്ക് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ നേരിയ തോതിലൊന്നും ബാധിക്കുന്നു. കാരണം ഈ ലോറികളിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഈ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനങ്ങൾ നിരന്തരം ഈ റോഡിലൂടെ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ വന്നാൽ അത് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം കുറച്ച് വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റിയിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക വാഹനങ്ങളെല്ലാം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തായി ഇങ്ങനെ പാർക്ക് ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും മഴ ശക്തമായി എന്ന ഒരു ആശങ്ക ഉയർന്ന വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ആശ്വാസമാകുന്നത് അപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടില്ല. ഇപ്പോൾ കനത്ത മഴയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് മഴ ആരംഭിച്ചത്. ശക്തമായ മഴ തന്നെയാണ് എൽദോ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരവും. നിലവിലത്തെ സാഹചര്യമാണ് അവിടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം. മഴ ഉണ്ട്, അവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമാണ്. അത് മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പൂർണ്ണമായിട്ടും മഴ മാറി രക്ഷാപ്രവർത്തനം അത് ഊർജിതമാകുമെന്ന് കാത്തിരിക്കാം. എന്നാലും ഒരുപാട് രക്ഷാപ്രവർത്തന ദൗത്യ സംഘാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്, മലയാളികൾ എത്തിയിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള കൂടുതൽ പരിചയമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. വളരെ വേഗത്തിൽ അവർക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യാം. KV ബൈജോടെ തുടരുകയും ചെയ്യും.